ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക തെറ്റില്ലാത്തതും സുതാര്യവുമായിരിക്കാനാണ് പരിഷ്കരണമെന്നും ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. വിവിധ ഘട്ടങ്ങളായി ആയിരിക്കും ഇത് നടപ്പാക്കുക. പരിഷ്കരണം നടക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ന് അർദ്ധരാത്രി മുതൽ വോട്ടർ പട്ടിക മരവിപ്പിക്കും. പേര് ചേർക്കൽ പ്രക്രിയ നവംബർ 4-ന് ആരംഭിക്കും. കരട് പട്ടിക ഡിസംബർ 9-നും അന്തിമ പട്ടിക ഫെബ്രുവരി 7-നും പ്രസിദ്ധീകരിക്കും. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ വിവരങ്ങൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നതായി നിരീക്ഷിച്ച പരമോന്നത കോടതി ഇത് സംബന്ധിച്ച എല്ലാ കേസുകളും സിബിഐക്ക് കൈമാറുന്നത് പരിഗണിക്കേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. 2026 മാർച്ച് 31-നകം രാജ്യത്ത് നിന്നും നക്സലിസം ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിൽ 21 മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങിയതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 31-ന് രാജ്യമെമ്പാടും റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കും. സർദാർ വല്ലഭായ് പട്ടേലിനെയും അദ്ദേഹത്തിന്റെ ഏകീകൃത ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും ആദരിക്കുന്നതിന്റെ ഭാഗമായി റൺ ഫോർ യൂണിറ്റിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിക്കുമെന്ന് കേരളത്തിലെ നേവൽ ഓഫീസർ ഇൻചാർജ് കമാൻഡർ വർഗീസ് മാത്യു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാവികസേനാ മേധാവി ദിനേശ് ത്രിപാഠി പങ്കെടുക്കും. രാജ്യസേവനത്തിൽ പരമമായ ത്യാഗം ചെയ്ത ധീര സൈനികരെ ആദരിക്കുന്നതിനായി പാങ്ങോട് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് പാങ്ങോട് സൈനിക കേന്ദ്രം ഇൻഫൻട്രി ദിനം ആഘോഷിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്ര കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായയും വിരമിച്ച സൈനികരും യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും. പുത്തൂരിലെ 338 ഏക്കർ വനഭൂമിയാണ് തൃശൂർ സുവോളജിക്കൽ പാർക്കായി മാറുന്നത്. പാർക്കിൽ 23 ആവാസ ഇടങ്ങളും ജീവികളെ കാണാനെത്തുന്നവർക്കുള്ള പാതകളും ഒരുക്കിയിട്ടുണ്ട്. ലോകബാങ്ക് സഹായത്തോടെ ആരോഗ്യ വകുപ്പിന് കീഴിൽ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് 3400 കോടിയോളം രൂപയുടെ അന്തിമാനുമതി ലോകബാങ്ക് നൽകി. ആരോഗ്യമേഖലയിൽ വലിയ വികസനമാണ് ഇതിലൂടെ സാധ്യമാകുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പദ്ധതി തുകയുടെ 70%മായ 2400 കോടി രൂപ ലോകബാങ്കും ബാക്കി സംസ്ഥാനവുമാണ് വഹിക്കുന്നത്. പദ്ധതിക്കായി കേരളം വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടും ഭരണ നൈപുണ്യവും 2047-ൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ജനങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കരുതലാകുന്ന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് നഗരസഭയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര പദ്ധതികളിലൂടെയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിജിലൻസ് ബോധവൽക്കരണ വാരത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 10 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ സഹകരണത്തോടെ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗം, പ്രബന്ധം, റീൽസ് എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ നടത്തും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കാണ് അവസരം. PM ശ്രീ വിഷയത്തിൽ തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയുമാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോൻത ചുഴലിക്കാറ്റ് നാളെ രാവിലെയോടെ തീവ്ര ചുഴലിക്കാറ്റായി ആന്ധ്രാ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം സന്തോഷ് കുമാറിന് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് അംഗങ്ങളിൽ നിന്ന് അദ്ദേഹം പുരസ്കാരം സ്വീകരിച്ചു. തപോമയിയുടെ അച്ഛൻ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. കാസർഗോഡ് കുമ്പള അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചതായി റിപ്പോർട്ട്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച തിരുവനന്തപുരം ജില്ല. 8 ദിവസം നീണ്ട കായികമേളയ്ക്ക് നാളെ സമാപനമാകും. വൈകുന്നേരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.